50 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ളവരാണോ നിങ്ങൾ? തീർച്ചയായിട്ടും കേൾക്കണം. രണ്ടുപേരും തനിച്ചേ ഉള്ളോ? മക്കൾ ദൂരെയാണോ? ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ തനിച്ചായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ മക്കളുണ്ടായിരിക്കാം, ചിലപ്പോൾ ഒരാളുള്ളവരായിരിക്കാം, ഒരാളില്ലാത്തവരായിരിക്കാം, രണ്ടുപേരുള്ളവരായിരിക്കാം. അപ്പോൾ പ്രധാനമായിട്ടും രണ്ടുപേരുള്ളവർക്കാണ് ഇത് മെയിനായിട്ട് ഉദ്ദേശിച്ചേക്കുന്നത്. ഈ രണ്ടുപേരും കൂടി ഇപ്പോൾ വഴക്കിട്ടും സ്നേഹിച്ചും സന്തോഷിച്ചും ഒരുമിച്ച് അങ്ങനെ അമ്പലത്തിൽ പോയും അല്ലെങ്കിൽ വേറെ പുറത്തെവിടെയെങ്കിലും പള്ളിയിൽ പോയോ അല്ലെങ്കിൽ കുറച്ച് ചെറിയ ചെറിയ യാത്രകൾ ചെയ്തു. അതുപോലെ തന്നെ ഭക്ഷണമൊക്കെ രണ്ടുപേരും പരസ്പരം ചേർന്നും അല്ലെങ്കിൽ ചിലപ്പോൾ ഭാര്യമാരൊറ്റയ്ക്കും ഒക്കെ ഉണ്ടാക്കി കഴിച്ച് നിങ്ങളങ്ങനെ ജീവിച്ചു പോകുന്നു സന്തോഷമായിട്ട്. കുട്ടികൾ പുറത്തായിരിക്കാം, ചിലപ്പോൾ കൂടെ ഉണ്ടായിരിക്കും. നിങ്ങൾ ഈ രണ്ടുപേരിൽ ഒരാൾ ഇല്ലാതാവുന്ന അവസ്ഥയെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ടാവില്ല. ആരും ചിന്തിക്കില്ല. ചിന്തിക്കണം. ചിന്തിച്ചേ തീരൂ. ഓരോ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ഞാനീ പറയുന്നത്. ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടോ? ഡേറ്റ് ഓഫ് ഡെത്ത് ഉണ്ട്, ഉറപ്പ്. അപ്പം നമ്മളെപ്പോഴും ഒരു പ്രിപ്പറേഷൻ മനസ്സിലെടുക്കുക. നമ്മൾ എന്തായാലും ഒരുമിച്ച് ജനിച്ചതും നമ്മൾ ഒരുമിച്ചല്ല, ഒരുമിച്ച് മരിക്കാൻ പോകുന്നില്ല. ഒരുമിച്ച് മരണം കിട്ടുന്നത് ഭാഗ്യം. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരാൾ പോയാൽ നിൽക്കുന്ന ആൾക്കുണ്ടാകുന്ന വിഷമത്തെക്കുറിച്ച്, അത് ചിലപ്പോൾ ഭാര്യയാവാം ആദ്യം, അല്ലെങ്കിൽ ഭർത്താവാം, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ആ ഒരു അവസ്ഥയെക്കുറിച്ച്? അത് താങ്ങാൻ പറ്റില്ല മക്കളെ ആ സമയത്ത്. പക്ഷേ മെൻ്റലി നമ്മളൊരു പ്രിപ്പറേഷൻ എടുത്താൽ, ഞാൻ എടുത്തിട്ടുണ്ട്, എൻ്റെ ഹസ്ബൻഡിനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മൾ ഒരു പ്രിപ്പറേഷൻ എടുക്കുക. എന്നായാലും പോവും, ഒരാൾ പോവും. അപ്പോൾ നിൽക്കുന്ന ആൾ മനസ്സിന് ഒരുപാട് ഉലച്ചിൽ തട്ടാതെ നമുക്ക് അങ്ങോട്ട്, നമ്മളെന്തായാലും നമ്മുടെ ആയുസ് തീർപ്പിക്കണമല്ലോ, ആയുസ് തീർക്കണമല്ലോ, അതുവരെ ജീവിക്കണം. അപ്പോൾ അത് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പാഠം നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിരുന്നാൽ, കാര്യം നമുക്ക് നാളെ എന്താ സംഭവിക്കാൻ പോകണമെന്ന് അറിയില്ല, എങ്കിലും നമ്മൾ ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട സമയമായി തുടങ്ങി. കുട്ടികളെ നമ്മൾ നമ്മുടെ കൂടെ നിൽക്കണം, അവർ നമ്മുടെ കൂടെ തന്നെ വേണം എന്ന് ഒരിക്കലും പറയാൻ പാടില്ല. കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ പോയപ്പോൾ ഒരു അമ്മ പറയുന്നുണ്ടായിരുന്നു, നമ്മൾ അവരെ നോക്കി വളർത്തിയതല്ലേ, അപ്പോൾ വയസ്സാകുമ്പോൾ അവർക്ക് നമ്മളെ നോക്കാനുള്ള കടമയുണ്ട്. ഞാൻ പറഞ്ഞു ഒരിക്കലുമില്ല. അവരുടെ സന്തോഷം എന്താണ് അതിന് വിടുക, നമ്മൾ നമ്മുടെ സന്തോഷം എൻജോയ് ചെയ്യുക, അങ്ങനെയാണ് വേണ്ടത്. ഇത്ര നാളൊക്കെ നമ്മൾ കഷ്ടപ്പെടുത്തില്ല, പിന്നെ നമ്മൾ നമ്മുടെ സന്തോഷം. പക്ഷേ ഭാര്യയും ഭർത്താവും എത്ര വഴക്കിട്ടാലും എത്ര സ്വരച്ചേർച്ചയില്ലെങ്കിലും പരസ്പരം ഒരുമിച്ച് നിൽക്കുമ്പോൾ ഒരു ലക്ഷ്യമുണ്ട്. അതേസമയം അതിലൊരാൾ പോയാൽ നിൽക്കുന്ന ആൾ ഒരുപാട് കഷ്ടപ്പെടും, ഒരുപാട് വിഷമിക്കും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നേരത്തെ നമ്മൾ മനസ്സിൽ ഒരു പഠനം വരുത്തേണ്ടത് ആവശ്യമാണ്. അങ്ങനെ വന്നാൽ നമ്മളതെങ്ങനെ നേരിടും? അപ്പോൾ നമുക്ക് ഉള്ളത്രത്തോളം കാലം നമ്മൾ തനിയെ ഫുഡ് ഉണ്ടാക്കി, നമുക്ക് നടന്നുകൊണ്ട് നമ്മുടെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നിടത്തോളം അങ്ങനെ നമ്മളിത് ചെയ്യുക. നടന്ന് നമ്മൾ അടുത്തുള്ള അമ്പലങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന എവിടെയാണ് പോകാൻ സാധിക്കാമെന്ന് വെച്ചാൽ അവിടെ പോവുക. നമുക്കിഷ്ടപ്പെട്ട നാരായണീയം പോലെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ വേറെ ഏതിലാണോ നമ്മൾ അതിൽ നിന്ന് എൻഗേജ് ആകുമ്പോൾ അത് ചെയ്യുക. എല്ലാം കഴിഞ്ഞു അവസാനം നമുക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല, ഒരു കിടക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. പണ്ടത്തെ കാലമൊന്നുമല്ല വൃദ്ധസദനങ്ങൾ എന്ന് പറഞ്ഞാൽ, പണ്ടത്തെ വൃദ്ധസദനമല്ല, ഇപ്പം അതില്ല. ഇപ്പോൾ ഹാപ്പി ഹോമാണ് ഉള്ളത്. പ്രായമായവർക്ക് മാത്രമായിട്ട്, അതായത് ഈ 50 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് മാത്രമായിട്ട്, അതേ ഏജിലുള്ളവരാണ്. അപ്പോൾ അവർക്ക് ഒരേ സന്തോഷം, ഒരേ മനസ്സ്, ഒരേ ആഗ്രഹം എല്ലാമായിരിക്കും, ഒരേ എൻഗേജ്മെൻറ്റ്, ഒരേ എൻ്റർടൈൻമെൻറ്റ് എല്ലാം ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ചിലപ്പോൾ പൈസ കൊടുക്കേണ്ടി വരുമായിരിക്കാം. എന്നിപ്പോൾ സാമ്പത്തികമായിട്ട് മിക്കവരും സാമ്പത്തികം മോശമൊന്നും ഉണ്ടാവില്ല, കുട്ടികൾ എത്ര വേണമെങ്കിലും കൊടുക്കാൻ തയ്യാറായിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്താണെന്നറിയാമോ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് പറ്റുന്നത്രയും നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ഫുഡ് ഉണ്ടാക്കി കഴിയുക, അവിടെ ജീവിക്കുക, അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ പോവുക, നമ്മൾ അങ്ങനെ കഴിയുക. പക്ഷേ അല്ലാത്തൊരവസ്ഥ വരുമ്പോഴേക്കും അങ്ങനെയുള്ളൊരു സ്ഥലങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ നമുക്ക് വേണ്ട എല്ലാം ഉണ്ട്. നമുക്ക് പ്രാർത്ഥന വേണമെങ്കിൽ ഉണ്ട്, അമ്പലമുണ്ട്, കളികൾ ഇഷ്ടമുള്ളവർക്ക് അതുണ്ട്, തിരുവാതിര അല്ലെങ്കിൽ നമുക്ക് എൻഗേജ്മെൻറ്റ് ചീട്ടുകൾ ഇഷ്ടമുള്ളവർ, പുരുഷന്മാർക്ക് വേണ്ട കളിയുണ്ട്, സ്ത്രീകൾക്ക് വേണ്ട കളിയുണ്ട്. ഒരുമിച്ച് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട്, അല്ലാതെ പഴയതുപോലെ നമ്മൾ ദുഃഖിച്ചിരുന്ന് കരഞ്ഞിരുന്ന് അങ്ങനെ നമ്മുടെ ഉള്ള ജീവിതം നമ്മൾക്ക് എന്തിലാണോ സന്തോഷം കിട്ടും ആ സന്തോഷം എൻജോയ് ചെയ്യണം.
തീർച്ചയായിട്ടും നിങ്ങളതിനെക്കുറിച്ച് ചിന്തിക്കണം. ചിലപ്പോൾ നമ്മൾ ഭാര്യ ആദ്യം മരിക്കാം, അല്ലെങ്കിൽ ഭർത്താവ് ആദ്യം മരിക്കാം. എന്താണെങ്കിലും നമ്മൾ മിക്കവാറും ഭർത്താക്കന്മാർ പോയാൽ ഭാര്യമാർ പിടിച്ചു നിൽക്കും. എങ്ങനെയാണെങ്കിലും അവർക്ക് പിടിച്ചു നിൽക്കാനുള്ളൊരു കഴിവുണ്ട്. പക്ഷേ ഈ പുരുഷന്മാർക്കാണ് പിടിച്ചു നിൽക്കാൻ പറ്റാത്തത്. ഭാര്യമാർ പോയാൽ അവർ എത്ര ഇടിയിടുന്ന ഭാര്യയാണെങ്കിലും അവൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സകലതും പോയി, ഒറ്റപ്പെട്ടു. പക്ഷേ അത് പറഞ്ഞ് നിരാശപ്പെട്ടിരിക്കരുത്. അവരുടെ സമയമായി പോയി, നമ്മുടെ സമയമാകുമ്പോൾ നമ്മൾ പോകും. അതുവരെ നമ്മൾക്ക് സന്തോഷം കിട്ടുന്ന എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് മൊബൈൽ ഫോൺ ഇല്ലാത്തവരില്ല. ഈ ഇഷ്ടംപോലെ ഗ്രൂപ്പുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ളവർക്കുണ്ടെങ്കിൽ അതിനകത്തേക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ അതിലേക്ക് എൻഗേജഡ് ആവാം. അല്ലെങ്കിൽ വേറെ ഭക്തിമാർഗ്ഗത്തിൽ കൃഷ്ണൻ്റെ ഉണ്ട്, ശിവൻ്റെ ഉണ്ട്, ഇഷ്ടം പോലെ. നമുക്ക് എന്തിനാണോ ഒരു ഗ്രൂപ്പിലേക്ക് ചേരുക, അതിലേക്ക് നമ്മളിങ്ങനെ ഫോട്ടോകൾ അയച്ചുകൊണ്ടിരിക്കുക, അതിലിരുന്ന ഫോട്ടോ നമ്മൾ ഇഷ്ടപ്പെടുക, അതിന് കമൻസ് മാറും. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സമയം പോയിട്ട് നമ്മുടെ മനസ്സ് മാറും. അങ്ങനെ ഒരുപാട് ചേഞ്ച് വരും. അല്ലാതെ നമ്മൾ പോയവരെ കുറിച്ച് ഓർത്ത് ദുഃഖിച്ച് ഇരുന്നിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഉണ്ടെങ്കിൽ ശരി, ഉണ്ടോ? ഇല്ല. അപ്പോൾ ആലോചിച്ച് പ്രവർത്തിക്കുക. ഡേറ്റ് ഓഫ് ഡെത്ത് ഉണ്ടെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്, അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. ഒരുമിച്ചല്ല നമ്മൾ വരുന്നത്, ഒരുമിച്ച് പോകുന്നില്ല. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി നമ്മൾ നമ്മുടെ മരണത്തെക്കുറിച്ചും നമ്മുടെ പങ്കാളിയുടെ മരണത്തെക്കുറിച്ചും ഒരു പ്രിപ്പറേഷൻ വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു സത്യത്തെ നേരിടാൻ അധികം ബുദ്ധിമുട്ടുണ്ടാവില്ല, മനസ്സാ പ്രിപ്പയർഡ് ആണെങ്കിൽ. ഓക്കെ.